നമസ്കാരം. ജോബ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇൻഫോ പാർക്ക് കൊച്ചിയിൽ വന്നിട്ടുള്ള ഒരു ജോബ് നോട്ടിഫിക്കേഷനാണ് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ അതുവഴി ലഭിക്കുന്നതാണ്. ടെലികാളർ കോൺടാക്റ്റ് സെൻറ്റർ എന്നുള്ളൊരു പോസ്റ്റാണ് വന്നുള്ളത്. അതായത് ഇനീഷ്യേറ്റീവ് ടെലിഫോണിക് കോൺടാക്റ്റ് വിത്ത് സ്റ്റുഡൻറ്റ് ആൻഡ് പാരൻസ് ഡാറ്റ സോഴ്സ് ഇൻ ഓർഡർ ടു ജനറേറ്റ് പ്രോസ്പെക്റ്റീവ് ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടെലിഫോൺ കോൺടാക്റ്റിൽ പല നമ്പറുകളും നമുക്ക് കമ്പനി തരും. ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനാണ് ഇതിൽ പറയുന്ന. നമുക്കറിയാലോ, ടെലിഫോണിൽ പല കമ്പനികളിൽ നിന്ന് നമുക്ക് വിളിക്കാറ് ഇന്ന പ്രൊഡക്റ്റ് വേണോ അല്ലെങ്കിൽ ഇന്ന കോഴ്സ് വേണോ ചോദിച്ചില്ല. അതുപോലൊരു ജോബാണിത്. അത് നല്ലൊരു വായ സാമർത്ഥ്യവും കാര്യങ്ങളൊക്കെ സംസാരിക്കാനുള്ള കഴിവും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ റിക്വയർഡ് സ്കിൽ ആൻഡ് ക്വാളിഫിക്കേഷൻ ബാച്ചിലർ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയാണ് വേണ്ടത്. ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ എനി അതർ റീജിയണൽ ലാംഗ്വേജ് അറിയാത്തിലേക്ക് തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി അറിയുന്നൊരു ആഡഡ് അഡ്വാൻറ്റേജസ് ആണ്. അത് നോട്ട് മാൻഡേറ്ററി ആണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. എബിലിറ്റി ടു കോപ്പ് വിത്ത് റിജക്ഷൻ വെയിൽ റിമൈനിങ് കാം എന്ന് പറയുന്നുണ്ട്. നമ്മൾ റിജക്ഷൻ, അത് ഈ ടെലിഫോണിക് കോളിലൊക്കെ വരുന്ന സമയത്ത് റിജക്ഷൻ്റെ കോള് കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മാനേജ് ചെയ്യാനുള്ള കഴിവും കാര്യങ്ങളും വേണം. പിന്നെ മൈക്രോസോഫ്റ്റ് എക്സൽ, വേർഡൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ എക്സ്പീരിയൻസ് ആസ് എ ടെലികോളർ ഉണ്ടെങ്കിൽ ബെറ്റർ ആണ് പറയുന്നത്. ബേസിക് നോളജ് ഓവർസീസ് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി വിൽ ബി ആഡഡ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. വിദേശ കാര്യങ്ങളിൽ പോയി പഠിക്കുന്ന അങ്ങനത്തെ കോഴ്സിനെ കുറിച്ച് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അത് ആഡഡ് അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. അതുപോലെ കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻറ്റ് അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അതർ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് വർക്ക് ഫ്രം ഓഫീസ് മോഡലാണ് പറയുന്നത്. ഡൊമസ്റ്റിക് ആൻഡ് നോൺ വോയിസ് പ്രോസസ് ആയിരിക്കും ഉണ്ടായിരിക്കുക ജോബ്. പിന്നെ ഡേ ടൈം ഫ്ലെക്സിബിൾ വർക്കിംഗ് ഹവേഴ്സ് എന്ന് പറയും. 3 ഷിഫ്റ്റാണ്. 9 മണി മുതൽ രാവിലെ 9 മണി മുതൽ 6 മണി വരെ. പിന്നെ 10 AM 7 PM എന്നീ, പിന്നെ 11 AM 8 PM ഇങ്ങനെ റൊട്ടേഷണൽ ബേസ്ഡ് ആയിട്ടുള്ള പിന്നെ വർക്കിംഗ് ഷിഫ്റ്റ് ആയിരിക്കും ഉണ്ടാവും. 6 ഡേ വർക്കിംഗ് ആണ്. വീക്ക് ഓഫ് ഉണ്ടായിരിക്കും. വിൽ ബി ഓൺ റൊട്ടേഷണൽ ബേസിസ് എന്നാണ് പറയുന്നത്. വീക്ക് ഓഫ് ഉണ്ടായിരിക്കും, പക്ഷേ സൺഡേ ആയി കിട്ടണമെന്നില്ല, വ്യത്യാസം ഉണ്ടായിരിക്കും. അത് റൊട്ടേഷണൽ ആയിട്ടുള്ള വീക്ക് ഓഫ് ആയിരിക്കും ലഭിക്കുക എന്ന് പറയുന്നത്. ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ മനസ്സിലാകാണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൂടി ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കുക. താല്പര്യമുള്ള ആളുകൾ ഇമെയിൽ അയക്കുക. ഈ കാണുന്ന job s9steppingstone@gmail.com എന്നുള്ള ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങൾ CV അയക്കുക. നന്ദി, നമസ്കാരം.